പലർക്കും ധാരണ കോടിക്കണക്കിന് ആസ്തി ഉണ്ടായാലേ സക്കാത്ത് കൊടുക്കേണ്ടേ ഉള്ളൂ എന്നാ. അതൊന്നും വേണ്ട. ചുരുങ്ങിയ സംഖ്യ ഉണ്ടായാൽ തന്നെ നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു കണക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ ആട്, മാട്, ഒട്ടകം അതൊന്നും ഇപ്പോ നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഉണ്ടാകൽ വളരെ അപൂർവമായിരിക്കും. അതിനെക്കുറിച്ചുള്ള കണക്ക് ഇപ്പോൾ പറയുന്നില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അറിയേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ബന്ധപ്പെട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി നൽകുന്നതാണ്. അല്ലാതെ ഇപ്പൊ മെയിനായിട്ട് സ്വർണം, വെള്ളി അതിന്റെ സക്കാത്ത് നമ്മൾ കൊടുക്കണം. സ്വർണം, വെള്ളി അതിന്റെ സക്കാത്ത് 20 മിസ്കാൽ സ്വർണമുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ ഒരു മിസ്കാൽ എന്ന് പറയുമ്പോൾ 4.25 ഗ്രാം. 4.25 ഗ്രാം. അപ്പൊ 10 മിസ്കാൽ എന്ന് പറയുമ്പോൾ 42.5 ഗ്രാം. 20 മിസ്കാൽ എന്ന് പറയുമ്പോൾ 85 ഗ്രാം. 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഏത് സ്വർണമാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പറയട്ടോ. ഫനിസാബ് ദഹബി 20 മിസ്കാലൻ. 20 മിസ്കാല. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം. 85 ഗ്രാം എന്ന് പറയുമ്പോൾ 10 പവനും 10.5 പവന്. ഒരു പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ആണല്ലോ. അപ്പൊ 10 പവൻ എന്ന് പറയുമ്പോൾ 80 ഗ്രാം. 10.5 പവൻ എന്ന് പറയുമ്പോൾ 84 ഗ്രാം. 10.5 പവനിലും കുറച്ചധികം അല്ലേ, കുറച്ചധികം ഉണ്ടാവും. 85 ഗ്രാം. 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കണം. ഏത് സ്വർണമാണ് എന്ന് പറയാം. പിന്നെ അതേ പ്രകാരം വെള്ളിയാണെങ്കിൽ 200 ദിർഹം. 200 ദിർഹം. 200 ദിർഹം എന്ന് പറഞ്ഞാൽ 595 ഗ്രാം. ഏകദേശം 595 ഗ്രാം വെള്ളി. ആ വെള്ളി ഉണ്ടെങ്കിൽ അതിനും നമ്മൾ സക്കാത്ത് കൊടുക്കണം. എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഇപ്പൊ പല ഉമ്മമാരും സഹോദരിമാരൊക്കെ അത് കേൾക്കുന്നുണ്ടാവും. അവരൊക്കെ ചിന്തിക്കും, ഞങ്ങളുടെ കയ്യിലൊക്കെ 25 പവനുണ്ടല്ലോ, അല്ലെങ്കിൽ 50 പവനുണ്ടല്ലോ, ഇതിന് സക്കാത്ത് കൊടുക്കണോ? ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണം ഹലാലാണ്. അപ്പൊ ഹലാലായ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ ഉമ്മമാര് ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലുള്ളത് ഹലാലായ ആഭരണമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം ധരിക്കൽ അനുവദനീയമാണ്. അതിനെ കൊണ്ട് അതിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷേ അതിലും ഇസ്രാഫ്, ഒരു അമിതം ശറഅ് പഠിപ്പിക്കുന്നുണ്ട്. അമിതം എന്ന് പറഞ്ഞ ഒരു കൃത്യമായിട്ടൊരു കണക്ക് പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു പെണ്ണ് അവൾ ഒരു 200 പവന് സ്വർണവുമായിട്ട് അങ്ങനെ നടക്കുന്നത്. ഒരു 200 പവനെ, കുറച്ചൊന്നല്ല, 200 പവൻ സ്വർണം അതും ധരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനത്തതൊക്കെ ആവുമ്പോൾ ഒരു പക്ഷേ അത് ഇസ്രാഫ് ആയേക്കാം. ശറയില് ഉലമാ ഇങ്ങനെ ഒരു കൃത്യമായൊരു കണക്ക് എവിടെയും ഇത്ര പവന്റെ മേലെ എന്ന് പറഞ്ഞത് കണ്ടിട്ടില്ല. ഒരു ഇസ്രാഫ്, ഒരു അമിതമായി പോയാൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കുകയും വേണം. പിന്നെ ഏത് സ്വർണത്തിനാ സക്കാത്ത് കൊടുക്കേണ്ടത്? ഇപ്പൊ ഉദാഹരണം പറയും, ഞാനൊരു 20 പവന് പൊന്ന്, 20 പവൻ എന്ന് പറയുമ്പോൾ 160 ഗ്രാം ഉണ്ടാവും. 20 പവൻ പൊന്ന് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചു. എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ. എന്റെ മോക്ക് വേണ്ടിയോ, ഭാര്യക്ക് വേണ്ടിയോ, ഉമ്മക്ക് വേണ്ടിയോ, സഹോദരിക്ക് വേണ്ടിയോ ഒന്നല്ല. ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹലാലല്ല ആഭരണം. ഞാൻ പുരുഷനാണ്, എനിക്ക് ഹറാമാണ്. അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധവുമായി വരും. പിന്നെ ചില ആളുകളൊക്കെ ഉണ്ടാവും, ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ കോയിന് കൊണ്ടുവന്ന്, ഓരോ പവന്റെ കോയിൻ കൊണ്ടുവന്ന് വീട്ടിൽ ഇങ്ങനെ സൂക്ഷിക്കും. എന്തിനാ? മോളെ കല്യാണം വരുന്ന സമയത്ത് അവൾക്ക് ആഭരണം ഉണ്ടാക്കാൻ. അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. കാരണം അത് ആഭരണമല്ലല്ലോ, ഇപ്പോൾ അത് ആഭരണമല്ലല്ലോ. അതുകൊണ്ട് അതിനൊക്കെ സക്കാത്ത് കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേ പ്രകാരം തന്നെ ഇവിടെയൊക്കെ കൊല്ലം തികയുകയും വേണം. ഉദാഹരണം പറയാ, ഞാന് ഒരു 25 പവൻ പൊന്ന്, 25 പവൻ കോയിന് കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ വെച്ചു. കഴിഞ്ഞ റമദാൻ 13 വെച്ചു. കഴിഞ്ഞ റമദാൻ 13 എന്റെ വീട്ടിൽ ഷെൽഫ് കൊണ്ടുവന്ന് വെച്ചതാണ്. എന്നാൽ ഈ റമദാൻ 13 ആയാൽ നാളേക്ക് റമദാൻ 13 ആകും, ഒരു വർഷം തികയും. അപ്പോ അതിന് സക്കാത്ത് കൊടുക്കണം. അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അപ്പോൾ സ്വർണ്ണക്കട്ടിയൊക്കെ ആയിട്ട് അവിടെ കൊണ്ടുവച്ചാൽ അതിലൊക്കെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. പുരുഷൻ അവന് വേണ്ടി ആഭരണം തയ്യാറാ ചെയ്ത് വെച്ചാലും അതിനും സക്കാത്ത് കൊടുക്കണം. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹലാലായ ആഭരണം അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പിന്നെ പല ഉമ്മമാർക്കുള്ളൊരു സംശയം, എനിക്ക് 30 പവൻ പൊന്നുണ്ട്, അല്ലെ 40 പവൻ പൊന്നുണ്ട്, ഞാൻ ആകെയിലിടല് ഒരു 2 വളയും ഒരു ചെയിനും 2 പാദസരവും മാത്രമാണ് ഇടാറുള്ളത്, ബാക്കി 30 പവന് 40 പവനിൽ 10 പവനെ ഞാൻ ഇടാറുള്ളൂ, ബാക്കി 30 പവനും അവിടെ തന്നെ ഉള്ളത്, എപ്പോഴെങ്കിലും എവിടെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോ ഒന്ന് ഇടും എന്നല്ലാതെ ഞാൻ ഇടാറില്ല, അത് വീട്ടിൽ നല്ലോണം അലമാറയിൽ സൂക്ഷിച്ചതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ആഭരണമാണല്ലോ, അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേ പ്രകാരം വെള്ളിയാണെങ്കിൽ വെള്ളി 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. ആ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എത്രയാണ് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്രയാണ് കൊടുക്കേണ്ടത്? അതിന്റെ റുബു ഉശ്ർ എന്ന് പറഞ്ഞാൽ 10-1 4-1 അഥവാ 40-1 2.5%. 2.5%. ഇപ്പൊ എന്റെ കയ്യില് 40 പവൻ സ്വർണ്ണുണ്ട്, 40 പവൻ സ്വർണം എന്റെ കയ്യിലുണ്ട്. എന്നാൽ അതിന്റെ 2.5% 1 പവൻ സ്വർണം ഞാൻ സക്കാത്ത് കൊടുക്കണം. കൊല്ലം കഴിഞ്ഞാൽ 1 പവൻ സ്വർണം ഞാൻ എന്താക്കണം? സക്കാത്ത് കൊടുക്കണം. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ 40 കോയിന് കൊണ്ടുപോയി വെച്ചാൽ 40 ഓരോ പവന്റെ 40 കോയിന് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം തികഞ്ഞാൽ അതിലൊന്ന് എൻ്റെതല്ല, ഒന്നായിരുന്നല്ല എൻ്റെതല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളി, അതിന്റെ എത്രയാണോ? ഉദാഹരണം പറയുന്നു, 1 കിലോ വെള്ളിന്റെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു വർഷം തികഞ്ഞാൽ 1 കിലോന്റെ എത്ര? 40-1 2.5% നമ്മൾ എന്താക്കണം? സക്കാത്ത് കൊടുക്കണം. 2.5% സക്കാത്ത് കൊടുക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പലരും പറയും, ഞമ്മക്ക് സ്വർണവും വെള്ളിയൊന്നും അങ്ങനെ വെച്ചൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവും പലരുതും, അല്ലേ? ചെറിയ ചെറിയ കച്ചവടങ്ങൾ, ചെറിയൊരു പെട്ടിക്കട ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു അനാദിക്കടയായിരിക്കും, അതിനൊക്കെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഈ 595 ഗ്രാം വെള്ളിയുടെ കാശുണ്ടോ എന്ന് നോക്കിയാൽ മതി. 595 ഗ്രാം വെള്ളിക്ക് തുല്യമായതുണ്ടെങ്കിൽ അവിടെ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോ 72 ഉറുപ്പ്യങ്ങാനാണ് 1 ഗ്രാം വെള്ളിക്കുള്ളത്. 72 ഞാൻ ഓർക്കുന്ന, അല്ലെ 71 അങ്ങനെ എന്തോ ആണ് വെള്ളിക്ക് ഇപ്പോഴത്തെ നിലവാരം. അപ്പൊ അതിനെ 595 കൊണ്ട് ഗുണിച്ചാൽ നമുക്കൊരു സംഖ്യ ലഭിക്കും. ആ സംഖ്യയുടെ കണക്കനുസരിച്ച് നമ്മുടെ പീടികയിൽ സാധനം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അവിടെ പിന്നെ നമ്മൾ കച്ചവടം തുടങ്ങുന്ന സമയത്ത് ആ കാശുണ്ടാവണം എന്നില്ലട്ടോ. കച്ചവടം തുടങ്ങുന്ന സമയത്തെ ഇപ്പൊ ഉദാഹരണം, ഒരാള് ഒരു പച്ചക്കറി കട തുടങ്ങുക, മൂപ്പർ 1 പെട്ടി തക്കാളിയുമായിട്ടാണ് തുടങ്ങുന്നത്. 1 പെട്ടി തക്കാളി, ആകെയിൽ 1 പെട്ടി തക്കാളിയാണ് മൂപ്പർ ആദ്യമായിട്ട് കച്ചവടത്തിന് സാധനവുമായിട്ട് വാങ്ങി കച്ചവട പീടികയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ മൂപ്പർ 1 പെട്ടി തക്കാളി വിറ്റ സമയത്ത് ഒരു 400 ഉറുപ്പ്യ ലാഭം കിട്ടി. മൂപ്പർ പോയി പിന്നെന്താക്കി 2 പെട്ടി തക്കാളി വാങ്ങി. 2 പെട്ടി തക്കാളി കൊണ്ടുവന്ന് ഇവിടെ വിറ്റാൽ 800 ഉറുപ്പ്യ ലാഭം കിട്ടി. പോയപ്പം 2 പെട്ടി തക്കാളിയും കുറച്ച് ഉള്ളിയും വാങ്ങി. അങ്ങനെ മൂപ്പര് കച്ചവടം ചെയ്ത് 1 വർഷമായി നോക്കുന്ന സമയത്ത് 595 ഗ്രാം വെള്ളി, ആ വെള്ളിയുടെ കാശിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ട്. ഉദാഹരണം പറയാ, കഴിഞ്ഞ റമദാൻ 1-നാണ് ഒരാള് 1 പെട്ടി തക്കാളിയുമായിട്ട് കച്ചവടം തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ തുടർന്ന് കച്ചവടം വന്നു. ഇങ്ങനെ അദ്ദേഹം ഓരോന്ന് വാങ്ങി നോക്കുമ്പോ ഇപ്പൊ മൂപ്പര പീടികയിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു 10 പെട്ടി തക്കാളി ഉണ്ട്, കുറെ ഉള്ളിണ്ട്, മറ്റു പല സാധനങ്ങളും ഉണ്ട്. ഈ റമദാൻ 1-ന് നോക്കുന്ന സമയത്ത് 595 ഗ്രാം വെള്ളിയുടെ കാശിനേക്കാൾ കൂടുതൽ അതിനോളമായത് അവിടെ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. കൊല്ലം തികഞ്ഞാൽ മാത്രം മതി. അവിടെ കൊല്ലം തികയണം. പിന്നെ ഈ കൊല്ലത്തിന്റെ അവസാനത്തില് സക്കാത്ത് കൊടുക്കാനുള്ള കണക്ക് അവിടെ ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അവിടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്.
അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും വിചാരിക്കുക എൻ്റെ ചെറിയൊരു വെട്ടിക്കട അല്ലേ, അവിടെ ഇത്രയൊക്കെ കാശുണ്ടാകുമോ, ഇത്രയൊക്കെ സാധനത്തിൻ്റെ സക്കാത്ത് കൊടുക്കാനുള്ള കണക്കൊക്കെ അവിടെ ഉണ്ടാകുമോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഇത് വലിയ കാശൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞ അനുസരിച്ച് എത്ര 72 എന്ന് സങ്കല്പിക്കുക. 72 വെള്ളിയുടെ ഇന്നത്തെ വില എങ്കിൽ 43,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. 43,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. 43,000 ഉറുപ്പ്യൻ്റെ സാധനം നമ്മളുടെ കടയിലുണ്ടെങ്കിൽ നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പൊ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യാട്ടോ. 42,000 എന്നൊക്കെ പറഞ്ഞാൽ 42,000 സാധനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനൊക്കെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ബാധ്യതയായി ഇങ്ങനെ വരിക ചെയ്യുക. പിന്നെ നമ്മൾ മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത് അന്യന്റെ അവകാശമാണ്. നമ്മൾ ഭാര്യക്ക് തിന്നാൻ കൊടുക്കുന്നത് അന്യന്റെ അവകാശമാണ്. അപ്പോ അന്യന്റെ സ്വത്ത് നമ്മൾ ഭാര്യനെ തീറ്റിക്കുന്നു, മക്കളെ തീറ്റിക്കുന്നു, ഉമ്മയെ ഉപ്പയെ തീറ്റിക്കുന്നു. അവർക്കൊക്കെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമോ? അവര് നമ്മൾ പറഞ്ഞത് കേൾക്കുവോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നു, മകനെയും കൊണ്ട് വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇതെന്റെ മകനാണ്, ഇതെന്റെ മകനാണ്. പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും ഇവൻ കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞതൊന്നും ഇവൻ കേൾക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് മോൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്കും 2 വർത്താനം പറയാനുണ്ട്, എനിക്കും നിങ്ങളോട് 2 വർത്തമാനം പറയാനുണ്ട്. എന്താണത്? ഒന്ന്, വഖദ് സമ്മാനി ജുഅൽ, എന്റെ വാപ്പ എനിക്കൊരു പേര് വെച്ചിരിക്കുന്നത്. ആ പേരിന്റെ പേരെന്തെന്ന് അറിയാം? ജുഅൽ എന്ന. ജുഅൽ എന്ന എന്റെ വാപ്പ എനിക്ക് പേര് വെച്ച്. ജുഅൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 അർത്ഥം കാണാം. ഒന്നൊരു ബിംബത്തിന്റെ പേരാണ്, മറ്റൊന്ന് കാഷ്ടം തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സൈസ് വണ്ടുണ്ട്. കോഴിക്കാട്ടവും മറ്റും തട്ടിക്കൊണ്ടുപോകുന്നതായ ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ട് എന്ന് പറഞ്ഞ ചെറിയൊരു ജീവി, അതിനെ പറ്റിയാണ് ജുഅൽ എന്ന് പറയല്. ഏതായാലും അത് നല്ല പേരല്ലാനുള്ള കാര്യം ഉറപ്പായില്ലേ. മറ്റൊന്ന് രണ്ടാമത്തത് വഖദ് സമ്മാ അല്ല ഒന്നാമത്തതാണ് വഖദ് സമ്മാനി ജുഅൽ വലം യുഅല്ലിംനിൽ ഖുർആൻ, അദ്ദേഹം എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ മൂപ്പരെ മോനാണ്, പക്ഷെ എനിക്ക് ഖുർആനൊന്നും അയാൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ മൂന്നാമത് പറയുന്നു, എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചത് മജൂസിയോടുകൂടെ ഒളിച്ചോടിപ്പോയൊരു പെണ്ണിനെയാണ്. മജൂസിയോടുകൂടെ ഒളിച്ചോടിപ്പോയി, പിന്നീട് അവൾ തൗബ ചെയ്തിട്ടുണ്ടാകും, അതിനുശേഷമായിരിക്കും വിവാഹം കഴിച്ചത്. എങ്കിലും ഒരു തറവാടുള്ള ദീനീ ബോധമുള്ളതായ ഒരു പെണ്ണ് ഒരിക്കലും അന്യന്റെ കൂടെ പോവുകയില്ലല്ലോ. അപ്പൊ അന്യമതസ്ഥനായ ഒരുത്തനോടുകൂടെ ഒളിച്ചോടിപ്പോയ ഒരു പെണ്ണ്, ആ പെണ്ണിനെയാണ് എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചത്. ആ സമയത്ത് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കലും നിങ്ങളുടെ മകനെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല, നിങ്ങളുടെ മകനെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് ആ അമീറുൽ മുഅ്മിനീൻ പറയുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കൾക്ക് നമ്മളെ ഹറാമ് ഭക്ഷിപ്പിച്ചാൽ മക്കൾ ഒരിക്കലും നമ്മൾ പറയുന്നത് കേൾക്കുകയില്ല. അപ്പൊ സക്കാത്ത് കൊടുക്കാതിരുന്നാലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണിത്, ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ല, ആ സ്വത്ത് നമ്മൾ ഇങ്ങനെ തിന്നുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോ അത് ഹറാമാണ് മക്കൾക്ക് കൊടുക്കുന്നത്. ഹറാമ് മക്കൾ തിന്നു കഴിഞ്ഞാൽ ആ മക്കൾ ഒരിക്കലും നമ്മൾ പറഞ്ഞത് കേൾക്കൂല. നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാവുകയില്ല, നമുക്ക് വേണ്ടി നമ്മളെ സിയാറത്ത് ചെയ്യുന്ന മക്കൾ ഒരിക്കലും ആവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മൾ ശ്രദ്ധിക്കണം. സക്കാത്ത് നമുക്ക് വന്നു ചേർന്നാൽ ആ സക്കാത്തിനെ നമ്മൾ വീട്ടുക തന്നെ വേണം. അതിന്റെ ഹക്ക് പോലെ അത് നമ്മൾ വീട്ടുക തന്നെ വേണം. വീട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ്.